friends, welcome to our YouTube channel SSC at IBS. അപ്പോൾ നമ്മൾ എല്ലാവരും ഈ 2024 ഇപ്പോൾ നമുക്ക് ജനുവരി കഴിയാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഒരു റെസൊല്യൂഷൻ ഒക്കെ എടുത്തു വെച്ചേക്കുമായിരിക്കും എല്ലാവരും അല്ലേ? മിക്കവരും എടുത്തിരിക്കുന്ന എന്തായിരിക്കും? ഒരു ഗവൺമെന്റ് ജോബ്, പ്രധാനമായിട്ട് ഒരു സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു SSC എക്സാം എഴുതി ക്ലിയർ ചെയ്യാനൊക്കെ ആയിരിക്കും നമ്മുടെ ഈ ഒരു 2024 നമ്മൾ അത് അച്ചീവ് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു വെച്ചേക്കുന്നത് അല്ലേ? അപ്പം ചിലരൊക്കെ കൃത്യമായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നുണ്ടാവും. പക്ഷെ കുറച്ച് പേരൊക്കെ എന്താ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ആദ്യം ആ എടുത്ത ഒരു 1 വീക്കേ ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ, പിന്നെ അവർ ബാക്കിലോട്ട് വന്ന് കാണും. പക്ഷെ അങ്ങനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവർ എങ്ങ് നിൽക്കേണ്ട, സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് പൊക്കോളൂ. എവിടെയെങ്കിലുമൊക്കെ ഇച്ചിരി ബാക്കിലോട്ട് വന്നിട്ടുള്ളവർ വിഷമിക്കേണ്ട. ഇനി നമുക്ക് മുന്നിൽ ഒരു 11 months ഉണ്ടല്ലേ? ആ ഒരു 11 monthsനുള്ളിൽ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്സ് ഓഫ് സ്പീച്ച് ആണ് കേട്ടോ. ഈ പാർട്സ് ഓഫ് സ്പീച്ചിനെ അതായത് നമ്മൾ ബേസിക്സ് തൊട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് ഇംഗ്ലീഷ് മാത്രമല്ല, എല്ലാ സബ്ജക്റ്റും നമ്മൾ ആദ്യം തൊട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിലെ പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ചാണ് കൂടുതൽ പഠിക്കുന്നത്. എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച്? നമ്മുടെ ഇംഗ്ലീഷിൽ നമ്മൾ വാക്കുകൾ എടുക്കുകയാണെങ്കിൽ എത്ര വാക്കുകൾ ഉണ്ടാവും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇംഗ്ലീഷിൽ എത്ര വാക്കുണ്ടെന്ന്? ഇല്ല, ആർക്കും പറയാൻ പറ്റില്ല അല്ലേ? കാരണം ഒരുപാട് വാക്കുകളുണ്ട്. ഇപ്പോഴും പുതിയ വാക്കുകൾ വരുന്നുണ്ട്. എന്നാൽ കുറേയൊക്കെ പഴയ വാക്കുകളൊക്കെ എന്താ വാക്കുകൾ അതല്ലാതെ ഇപ്പൊ അതില്ലാതായി മാറുന്നുണ്ട് അല്ലേ? അപ്പൊ ഇംഗ്ലീഷിലൊക്കെ ഇഷ്ടം പോലെ വാക്കുകളുണ്ട്. പക്ഷെ ആ വാക്കുകൾക്കെല്ലാം എന്താ ഓരോരോ ഗ്രൂപ്പുകൾ ഉണ്ടാവും അല്ലേ? ഓരോരോ ഡിവിഷൻ ഉണ്ടാവും. അതായത് ഇപ്പം എനിക്ക് മുന്നിൽ ഒരു 8 ബാസ്ക്കറ്റ് ഉണ്ടെന്ന് വെച്ചു. അപ്പൊ ഞാൻ ഈ വാക്കുകളെല്ലാം എടുക്കുകയാണെങ്കിൽ എനിക്ക് അത് ഐഡന്റിഫൈ ചെയ്തിട്ട് ഈ 8 ബാസ്ക്കറ്റിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് പെട്ടതായിരിക്കും ഞാൻ എടുക്കുന്ന ഏതെങ്കിലും ഒരു വാക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇംഗ്ലീഷ് വാക്കുകൾ ഒരുപാടുണ്ട്. അത് എത്രയാണെന്ന് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ ആ വാക്കുകളെയൊക്കെ നമുക്ക് എന്താ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 8 പാർട്സ് ആയിട്ട് മാറ്റാൻ പറ്റും. അതാണ് പാർട്സ് ഓഫ് സ്പീച്ച്. അപ്പൊ നമ്മുടെ അതെങ്ങനെയായിരിക്കും മാറ്റുന്നത്? ആ 8 ആയിട്ട് നമ്മൾ എങ്ങനെയായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്? അതായത് നമ്മുടെ ഈ വാക്കുകൾക്കെല്ലാം എന്താ ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു റോൾ ഉണ്ടാവും. അവ ചെയ്യുന്ന റോൾ അനുസരിച്ച് നമുക്ക് ഈ വേർഡ്സിനെ എല്ലാം 8 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ചിലതിനകത്ത് 9 ആയിട്ട് ഡിവൈഡ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ ക്ലാസ്സിന് ലാസ്റ്റോടെ ഞാൻ പറഞ്ഞു തരാം. അതെന്താണ് അങ്ങനെ 9 എണ്ണം എന്ന് പറയുന്നത്. ഇത് മെയിൻ ആയിട്ട് പറയുമ്പോൾ നമ്മൾ ഈ വാക്കുകളെയൊക്കെ എത്രയായിട്ടാണ് ഇറ്റ്സ് ഡിവൈഡ് ഇൻറ്റു 8 പാർട്സ് ഓഫ് സ്പീച്ച് ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഓരോ വാക്ക് എടുക്കുന്നു, അത് നമ്മൾ എന്താ അത് ഏതാണ് ഐഡന്റിഫൈ ചെയ്യുന്നു, ആ ഗ്രൂപ്പിലേക്ക് മാറ്റുന്നു. ഇതാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ. പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ അത്ര പ്രയാസമൊന്നുമില്ല. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് കേട്ട് വരുന്ന ഒന്നായിരിക്കും അല്ലേ പാർട്സ് ഓഫ് സ്പീച്ച്. ചിലർക്കത് എളുപ്പമായിരിക്കും, മിക്കവർക്കും അത് വെച്ച് പ്രയാസമായിരിക്കും. അത് ഐഡന്റിഫൈ ചെയ്യാനും അല്ലെ അതിൽ അങ്ങനെയൊക്കെ ആയിരിക്കും കുറേ മാർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് പോയിട്ടുള്ളത്. ഇനി അങ്ങനെ ഒരു പ്രശ്നമായിട്ട് നമുക്കത് എടുക്കണ്ട. ഇനി ആർക്കും പാർട്സ് ഓഫ് സ്പീച്ചിൽ 1 മാർക്ക് പോലും പോകാൻ പാടില്ല. ഓക്കെ, അപ്പം നമ്മൾ ഓരോന്നായിട്ടാണ് പഠിക്കുന്നത്. അത് ഓരോന്നും ഓരോ വീഡിയോസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത്. പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം ഒന്നുകൂടെ എല്ലാവരെയും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എല്ലാ ഇംഗ്ലീഷ് വാക്കുകളെയും നമുക്ക് 8 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം, അല്ലെങ്കിൽ 8 ഗ്രൂപ്പായിട്ട് മാറ്റാം. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്തിൻ്റെ ബേസിസിലാണ് മാറ്റുന്നത്? അത് ചെയ്യുന്ന റോൾ അല്ലെങ്കിൽ ആ വേർഡ്സ് എന്തിനാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് 8 ഗ്രൂപ്പ്സ് ആയിട്ട് മാറ്റാം. ഓക്കെ, അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ വേർഡ്സും അവ ചെയ്യുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ റോൾ അനുസരിച്ച് ഒരു 8 ഗ്രൂപ്പായിട്ട് മാറ്റാം. അതിനെയാണ് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും നിങ്ങൾക്ക് ഉറപ്പല്ലേ? അത്രയും ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അത് ഏതൊക്കെയാണ്, ഈ 8 ഗ്രൂപ്പ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ 8 ഗ്രൂപ്പ് അല്ലെ 8 ബോക്സസ് ഏതൊക്കെയാണ് നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് വൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ആദ്യത്തെ ഏതാണ്? നൗൺ ആണ് അല്ലേ? സെക്കൻഡ് വണ്ണോ പ്രൊനൗൺസ്. തേർഡ് വൺ അഡ്ജക്റ്റീവ്സ്, വെർബ്സ്, അഡ്വർബ്സ്, പ്രിപ്പോസിഷൻസ്, കൺജങ്ഷൻസ്, ഇന്റർജങ്ഷൻസ്. അപ്പൊ ഏതൊക്കെയാണ് 8 ബോക്സസ് അല്ലെങ്കിൽ 8 പാർട്സ് ഓഫ് സ്പീച്ച് ഏതൊക്കെയാണ്? ഒന്നാമത്തെ നൗൺ. ഇപ്പൊ തന്നെ കാണാതെ പഠിച്ചു വെക്കണം. ഇനി ഇതിനു വേണ്ടിയിട്ട് നമ്മൾ സമയം കളയാൻ പാടില്ല. നോട്ട്സ് ഉണ്ടെങ്കിൽ നോട്ട്സ് നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു തവണ ഇത് മനപ്പാഠമാക്കിയിട്ട് ക്ലാസ്സിന് ശേഷം ഒരു ബുക്കിലേക്ക് ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാമല്ലോ. അപ്പം ഒന്നുകൂടെ പറയാം, 8 പാർട്സ് ഓഫ് സ്പീച്ച് ഏതൊക്കെയാണ്? ഒന്ന് നൗൺ, രണ്ടാമത്തെ എന്താ പ്രൊനൗൺ, മൂന്നാമത്തെ എന്താ അഡ്ജക്റ്റീവ്, നാലാമത്തെ വെർബ്,
അഞ്ചാമത്തെ adverb, ആറാമത്തെ preposition, ഏഴാമത്തെ conjunction, എട്ടാമത്തെ interjection. 8 എണ്ണം ക്ലിയർ ആയോ? ഈ 8 എണ്ണം നിങ്ങൾക്ക് ഇപ്പോൾ കാണാതെ അറിയാലോ. ഇനിയും ഓരോന്നും എന്തൊക്കെയാണ് നമ്മൾ പഠിക്കും. എല്ലാം കൃത്യമായിട്ട് തന്നെ പഠിക്കണം. അതുകൊണ്ട് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് noun ആണ് അല്ലേ? നൗണിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ഇംഗ്ലീഷ് ഭാഷയിലുള്ള എല്ലാ വേർഡ്സ് എടുക്കുകയാണെങ്കിലും അത് ഈ ഒരു 8 അല്ലെങ്കിൽ 8 പാർട്സിനുള്ളിൽ വരുന്നതായിരിക്കും. ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറയാണ് ഇന്ത്യ. ഇന്ത്യ എന്ന് പറയാണ്. അപ്പൊ ഇന്ത്യ ഇതിൽ ഏത് കാറ്റഗറിയിലായിരിക്കും വരുന്നത്? ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്തിന്റെ പേരാണ്. അപ്പൊ പേരൊക്കെ വരുന്നത് എവിടെ ആയിരിക്കും? നൗൺസിലായിരിക്കും വരുന്നത് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെ ഓരോ വാക്കുകളും ഇതിലെ ഓരോ കാറ്റഗറിയിലാണ് വരുന്നത്. അതെങ്ങനെയൊക്കെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്, അത് റൂൾസ് എന്തൊക്കെയാണ്, അതൊക്കെ നമുക്ക് വരും ക്ലാസ്സിൽ പഠിക്കാം. ഇന്നിപ്പോൾ ഫസ്റ്റ് നമുക്ക് നൗൺസിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, നമ്മൾ ആദ്യം ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് നൗൺസ്. നൗൺ എന്താണ്? നൗൺ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ? നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ തൊട്ട് പഠിച്ചു വന്നതാണ്. നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പേരാണ് ഇല്ലേ? എന്തിന്റെ പേരാണ്? എന്തിന്റെ പേരാണ് നമ്മൾ നൗൺ എന്ന് പറഞ്ഞാൽ? ഒന്നെങ്കിൽ അതൊരു പേഴ്സന്റെ, ഒരു വ്യക്തിയുടെ പേരാവാം, അല്ലെങ്കിൽ ഒരു പ്ലേസ് ആവാം, ഒരു സ്ഥലത്തിന്റെ പേരാവാം, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ആവാം. ഒരു കോൺസെപ്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആവാം, ഒരു വസ്തുവിന്റെ പേരാവാം. അപ്പം നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പേരാണ്, ഒരു നെയിമാണ്. അത് എന്തിൻ്റെയൊക്കെ ആവാം? ഒന്നെങ്കിൽ ഒരു പേഴ്സൺ, അല്ലെങ്കിൽ പ്ലേസ്, അല്ലെങ്കിൽ കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പൊ എന്തിൻ്റെയൊക്കെ പേരാവാം? പേഴ്സൺ, പ്ലേസ്, കോൺസെപ്റ്റ്, ഒബ്ജക്റ്റ്. ജസ്റ്റ് എക്സാമ്പിൾസ് ഞാൻ തന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. എളുപ്പമാണ് അല്ലേ? ഇന്ത്യ, രാജു. ഇന്ത്യ എന്താ? ഒരു രാജ്യത്തിന്റെ ഒരു പ്ലേസ് ആണ്. രാജു ഒരു പേഴ്സൺ ആണ്. ഹോപ്പ് എന്ന് പറയുമ്പോൾ ഒരു കോൺസെപ്റ്റ് ആണ് അല്ലേ? ഒരു പ്രതീക്ഷ എന്നൊക്കെ പറയുമ്പോൾ നമുക്കിത് കാണാൻ പറ്റുമോ? ഇല്ല, അതൊരു കോൺസെപ്റ്റ് ആണ്. ചെയർ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ആണ്, ഒരു വസ്തുവാണ് അല്ലേ? അപ്പം നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പേരാണ്. എന്തിൻ്റെയൊക്കെ പേരുകളാവാം? ഒന്നുകിൽ ഒരു പേഴ്സന്റെ പേരാവാം, അല്ലെങ്കിൽ ഒരു പ്ലേസ് ആവാം, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആവാം. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത്, നൗൺസിനെ എങ്ങനെയൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്യാം? നൗൺസിനെ ഒരുപാടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ടും 2 ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ട് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗണിനെ നമ്മൾ പ്രോപ്പർ നൗൺ എന്നും കോമൺ നൗൺ എന്നും വിളിക്കും. നൗൺസിനെ നമ്മൾ എന്താ? പ്രോപ്പർ നൗൺ എന്ന് വിളിക്കും, കോമൺ നൗൺ എന്ന് വിളിക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു എക്സാമ്പിളോടെ ഇത് പറഞ്ഞു തരാം. ഓക്കെ, ഇന്ത്യ ഈസ് മൈ കൺട്രി. ഇന്ത്യ ഈസ് മൈ കൺട്രി. ഇന്ത്യ എൻ്റെ രാജ്യമാണ് അല്ലേ? ഇതിൽ ഏതായിരിക്കും പ്രോപ്പർ, ഏതായിരിക്കും കോമൺ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പ്രോപ്പർ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കണം, പേരെടുത്ത് പറഞ്ഞിരിക്കണം. ഓക്കെ, അത് സ്പെസിഫിക് ആയിരിക്കണം കേട്ടോ. നെയിം ഫോർ സ്പെസിഫിക് തിങ്സ്, അത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവണം. അതൊരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു കോമൺ ആയിരിക്കാൻ പാടില്ല, സ്പെസിഫിക് ആണ്. അപ്പൊ ഇവിടെ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങളുണ്ട്, അതിൽ ഒരു രാജ്യമല്ലേ ഇന്ത്യ. അപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഒരു പ്രോപ്പർ നൗൺ ആണ്. പ്രോപ്പർ നൗൺ മനസ്സിലായോ? അതായത് സ്പെസിഫിക് ആയിട്ട് ഓരോ വസ്തുവിനെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുമ്പോൾ അതിനെ പ്രോപ്പർ നൗൺ എന്ന് പറയും. നമ്മൾ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുമ്പോൾ എന്താ പറയുന്നത്? പ്രോപ്പർ നൗൺ എന്ന് പറയും. എന്നാൽ ഇവിടെ നോക്കുമ്പം രാജ്യം, കൺട്രി എന്താണ്? എല്ലാ രാജ്യങ്ങളെയും എല്ലാവരെയും കൂടെ ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ പറയുമ്പോഴാണ് കൺട്രീസ് എന്ന് പറയുന്നത് അല്ലെ? കൺട്രി എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ഇവിടെ കൺട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു കോമൺ ടേം ആണ് അല്ലേ? അപ്പൊ അതിനെ എന്താ? കോമൺ നൗൺസ് എന്ന് പറയും. അപ്പൊ മനസ്സിലായി രണ്ട് തമ്മിലുള്ള ഡിഫറൻസ്? പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയണം. സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ ഇന്ത്യ ആണ് ഇവിടെ പ്രോപ്പർ നൗൺ ആയിട്ട് വരുന്നത്. എന്നാൽ ഒരു കോമൺ ആയിട്ട് നമ്മൾ പറയുമ്പോൾ അതിനെ കോമൺ ടേംസിനെ പറയുമ്പോൾ നമ്മൾ കോമൺ നൗൺ എന്ന് പറയും. അതിന് എക്സാമ്പിൾ ആണ് കൺട്രി. ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്? കോമൺ നൗൺ ആണ്. എന്നാൽ മാംഗോ, റോസ് ഇതൊക്കെ പറയുന്നത് എന്താണ്? പ്രോപ്പർ നൗൺ ആണ് അല്ലേ? അപ്പൊ ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, ആനിമൽസ് ഒക്കെ പറയുന്നത് കോമൺ നൗൺസും അത് സ്പെസിഫിക് ആയിട്ട് എന്താ? റോസ് എന്നോ കൗ എന്നോ ഒക്കെ പറയുന്നത് എന്താണ്? അത് പ്രോപ്പർ നൗൺ ആണ് അല്ലേ? ബോയ്സ്, ഗേൾസ് ഇതൊക്കെ എന്താണ്? ഇതൊക്കെ കോമൺ നൗൺസ് ആണ്. എന്നാൽ അനു, രാജു ഇതൊക്കെ പറയുന്നത് എന്താണ്? ഇതെല്ലാം പ്രോപ്പർ നൗൺസ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഞാനൊരു 3 ക്വസ്റ്റ്യൻസ് തരാം, നിങ്ങളൊന്ന് നോക്കൂ, നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കൂ കേട്ടോ. ഫസ്റ്റ് വൺ, ജോൺ ഈസ് ഈറ്റിംഗ് എ മാംഗോ. ഇതിൽ ഏതാണ് പ്രോപ്പർ നൗൺ, ഏതാണ് കോമൺ നൗൺ?
നൗൺസ് ഐഡന്റിഫൈ ചെയ്തോ? നൗൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പേഴ്സണിന്റെ നെയിം ആവാം, ഒരു ഒബ്ജക്റ്റിന്റെ നെയിം ആവാം, ഒരു പ്ലേസിന്റെ നെയിം ആവാം, ഒരു കോൺസെപ്റ്റിന്റെ നെയിം ആവാം അല്ലേ? അപ്പൊ ഇതിൽ നിങ്ങൾക്ക് നൗൺസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമായിരിക്കും. ഞാൻ മാർക്ക് ചെയ്ത് വെച്ചുകൊണ്ട് അറിയായിരിക്കും, എങ്കിലും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ? അപ്പം ഇത് ഇനി നൗൺസ് ഐഡന്റിഫൈ ചെയ്തു. പക്ഷേ ഇതിൽ ഏതാണ് പ്രോപ്പർ നൗൺ, ഏതാണ് കോമൺ നൗൺ? ഒന്ന് നോക്കിയേ. ഓക്കെ, നോക്കിക്കഴിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ജോൺ ഈസ് ഈറ്റിംഗ് എ മാംഗോ. ഇവിടെ ജോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ ബോയ്സ്, ആ ബോയ്സിൽ ഒരാളെ ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞേക്കാണ് എന്താ? ജോൺ. അപ്പൊ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ എന്താ? അത് പ്രോപ്പർ നൗൺ ആണ് അല്ലേ? മാംഗോ, മാംഗോയോ ഒരുപാട് ഫ്രൂട്ട്സ്, അതിൽ ഞാൻ ഒരെണ്ണം എടുത്ത് പറയാണ്, അതാണ് മാംഗോ അല്ലേ? അപ്പൊ ഫ്രൂട്ട്സ് എന്ന് പറയുന്നതാണ് അവിടെ എന്താ? കോമൺ നൗൺ. എടുത്ത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ അതെന്താണ്? അതും പ്രോപ്പർ നൗൺ ആണ് അല്ലേ? ക്ലിയർ ആയോ? ക്ലിയർ ആയല്ലോ? സെക്കൻഡ് വൺ, കാനഡ ഈസ് എ ബ്യൂട്ടിഫുൾ കൺട്രി. കാനഡ ഈസ് എ ബ്യൂട്ടിഫുൾ കൺട്രി അല്ലേ? അപ്പം ഇവിടെ നോക്കി, ഇവിടെ കാനഡയാണ് കൺട്രിയുമാണ് നൗൺസ്. ഐഡന്റിഫൈ ചെയ്തായിരുന്നോ നേരത്തെ? കാനഡയും കൺട്രിയുമാണ് ഇവിടെ എന്താണ് നൗൺസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിൽ കാനഡയും കൺട്രിയും ഏത് തരം നൗൺസ് ആണ്? കോമൺ ആണോ പ്രോപ്പർ ആണോ? നോക്കിയേ, കോമൺ നൗൺ ആണോ പ്രോപ്പർ നൗൺ ആണോ? ചെക്ക് ചെയ്തോ? ഞാൻ പറയട്ടെ. കാനഡ എന്ന് പറഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങളുടെ കൂട്ടത്തിലെ ഒരു രാജ്യമാണ്. അപ്പൊ നമ്മൾ ഒരു രാജ്യത്തെ സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ അതെന്താ? അതാണ് പ്രോപ്പർ നൗൺ. അതപ്പോ എന്താ? പ്രോപ്പർ നൗൺ. കൺട്രി എന്ന് പറഞ്ഞാൽ രാജ്യങ്ങൾ, അതോ അത് കോമൺ നൗൺ. ക്ലിയർ ആയോ? ഇപ്പൊ എളുപ്പമായി അല്ലേ? ഇനി ഒരെണ്ണം കൂടി ഞാൻ എൻ്റെ ഒരു സമാധാനത്തിൽ തരാം. മൈ ഡോട്ടർ ഈസ് എ ടീച്ചർ. മൈ ഡോട്ടർ ഈസ് എ ടീച്ചർ. ഇത് ചിലപ്പോൾ ചിലർക്കൊക്കെ ഒന്ന് തെറ്റും കേട്ടോ, ഈ മൈ വരുന്നത് കൊണ്ട്. അവിടെ നിങ്ങൾ ഒന്നും സംശയിക്കാനില്ല, ഒരാളുടെ പേരല്ലല്ലോ പറഞ്ഞേക്കണേ. ഒരുപാട് അല്ലെ, മകൾ എന്ന് പറയുമ്പോൾ ആദ്യം അല്ലെങ്കിൽ എത്ര പേര് അവളെ സൺ, ഡോട്ടർ എന്നൊക്കെ നമ്മൾ കോമൺ ആയിട്ട് പറയും, കോമൺ ടൈംസ് ആയിട്ട് പറയും. അതുകൊണ്ട് ഇതിനെ നമ്മൾ കോമൺ നൗൺ എന്ന് പറയുന്നു. ടീച്ചർ എന്ന് പറഞ്ഞാലും അതാണ്, ഗ്രൂപ്പാണ് അല്ലേ? ടീച്ചേഴ്സിന്റെ ഗ്രൂപ്പാണ്. അതുകൊണ്ട് നമ്മൾ ടീച്ചർ എന്ന് പറയുന്നത് ഇവിടെ കോമൺ നൗൺ ആയിട്ട് എടുക്കുന്നു. എല്ലാവർക്കും ശരിയായിരുന്നു അത്? അപ്പൊ ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ്. കോമൺ പ്രോപ്പർ എന്ന് പറയുന്നത് എളുപ്പമാണ്. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ അത് പ്രോപ്പർ നൗൺ, കോമൺ ആയിട്ട് പറഞ്ഞാൽ അത് കോമൺ നൗൺ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഒരു ക്ലാസിഫിക്കേഷനൂടെ നമുക്ക് പഠിക്കാം. ഇനി നൗൺസിന് നമുക്ക് വേറൊരു ക്ലാസിഫിക്കേഷൻ ആണ്, മൂന്നായിട്ട് തിരിക്കാം. അത് നമുക്ക് അതിൻ്റെ എന്താ പറഞ്ഞാൽ അതിൻ്റെ ഫിസിക്കൽ രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണോ കാണാൻ പറ്റാത്തതാണോ എന്നൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അത് ഏതൊക്കെയാ നോക്കാം. ഇതറിയാവോ നിങ്ങൾക്ക്? ഫസ്റ്റ് വൺ കോൺക്രീറ്റ് നൗൺസ്, സെക്കൻഡ് വൺ അബ്സ്ട്രാക്ട് നൗൺസ്, തേർഡ് വൺ കളക്റ്റീവ് നൗൺസ്. ഫസ്റ്റ് വൺ കോൺക്രീറ്റ് നൗൺസ്, സെക്കൻഡ് വൺ അബ്സ്ട്രാക്ട് നൗൺസ്, തേർഡ് വൺ കളക്റ്റീവ് നൗൺസ്. പേരൊന്നും കേൾക്കുമ്പോൾ പേടിക്കേ വേണ്ട, എളുപ്പമുള്ള കാര്യമാണ്, ഒട്ടും പ്രയാസമില്ലാത്ത കാര്യമാണ്. ഇംഗ്ലീഷിലെ പേരൊക്കെ ഉള്ളൂ കേട്ടോ പ്രയാസം, ബാക്കി അത് എന്താണ് കോൺസെപ്റ്റ് എന്നുള്ളത് വളരെ എളുപ്പമാണ്. നമുക്ക് നോക്കാം ഓരോന്നും എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ കോൺക്രീറ്റ് നൗൺസ്. കോൺക്രീറ്റ് നൗൺസ് എന്താണ്? നമുക്കത് കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും, ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന നൗൺസ് ഉണ്ടല്ലോ. ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന നാമങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺക്രീറ്റ് നൗൺസ്. നമുക്ക് ചുറ്റുമുള്ളത് എന്താണ്? പെൻ, ആനിമൽസ്, പീപ്പിൾ, ഇവരെല്ലാം എന്താ നമുക്ക് കാണാൻ പറ്റും, കേൾക്കാനും പറ്റും. ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺക്രീറ്റ് നൗൺസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ അബ്സ്ട്രാക്ട് നൗൺസ്. അപ്പൊ എന്തായിരിക്കും നേരെ ഓപ്പോസിറ്റ്? കോൺക്രീറ്റ് നൗൺസ് എന്താ? കാണാൻ പറ്റുന്നത്. അബ്സ്ട്രാക്ട് നൗൺസ് എന്താ? അപ്പൊ കാണാൻ പറ്റാത്തത്. അബ്സ്ട്രാക്ട് നൗൺസ് എന്താ? കാണാൻ പറ്റാത്തത്. കാണാൻ പറ്റില്ല, പിന്നെ എങ്ങനെ നമുക്ക് അറിയാതെ ഉണ്ടെന്ന്? പക്ഷെ നമുക്ക് ഫീൽ ചെയ്യും. സ്നേഹം, നമുക്ക് സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ പറ്റും? ഇല്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യേണ്ടതാണ് അല്ലേ? കൈൻഡ്നെസ്, ആ കൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മറ്റുള്ളവർ ഇവന് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, ഫീൽസ് ആണ്, നമുക്ക് ഫീൽ ചെയ്യും, നമ്മുടെ ഇമോഷൻ ആണ് അല്ലേ? അതുപോലെ തന്നെ ഉള്ളതാണ് ഹോണസ്റ്റി. ഇതും എന്താണ്? നമുക്ക് എങ്ങനെയാണെന്ന് ഫിസിക്കലി ഹോണസ്റ്റി ഇങ്ങനെ ഇരിക്കുകയാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള നൗൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അബ്സ്ട്രാക്ട് നൗൺസ് എന്ന് പറയുന്നത്. അപ്പൊ കാണാൻ പറ്റുന്ന നൗൺസ് ആണ് എന്ത്? കോൺക്രീറ്റ് നൗൺസ്. കാണാൻ പറ്റാതെ നമുക്ക് ജസ്റ്റ് നമുക്ക് അങ്ങനെയുള്ള എന്താ അനുഭവിച്ചറിയാൻ പറ്റുന്നതിനാണ് എന്ത് പറയുന്നത്? അബ്സ്ട്രാക്ട് നൗൺസ്. ഓക്കെ അല്ലേ? ഇനി മൂന്നാമത്തെ വിഭാഗത്തിൽ പെടുന്നതാണ് കളക്റ്റീവ് നൗൺസ്. മൂന്നാമത്തെയാണ് കളക്റ്റീവ് നൗൺസ്. കളക്റ്റീവ് നൗൺസ് എന്തായിരിക്കും? അതായത് ഒരു കളക്ഷൻ, കളക്റ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാല്ലേ, ഒരു ഗ്രൂപ്പാണ് അല്ലേ? ഒരു ഗ്രൂപ്പാണ് പറയുന്നത്. അതായത് ഇപ്പം ഒരു കുടുംബം, ഒരു ഫാമിലി നമ്മൾ എടുക്കാന്ന് വെച്ചു. അപ്പൊ ഫാമിലി എന്ന് പറയുമ്പോൾ അതിൽ ആരൊക്കെ ഉണ്ടാവും? ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അവിടുത്തെ മെമ്പേഴ്സ്, അച്ഛൻ, അമ്മ, മക്കൾ, ഹസ്ബൻഡ്, വൈഫ്, ഇവരെല്ലാം കൂടെ ചേരുന്നതാണ് എന്താ? ഒരു ഫാമിലി അല്ലേ? അതെയാണ്.
അപ്പൊ എൻ്റെ ഫാമിലി ഓഫ് മെമ്പേഴ്സ് എല്ലാവരോടും ചേർന്ന ഒരു ഫാമിലി. അപ്പൊ ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ആക്ടേഴ്സിന്റെ ഒരു ടീം, എ ടീം ഓഫ് ആക്ടേഴ്സ്, എ ടീം ഓഫ് ആക്ടേഴ്സ്, എ ടീം ഓഫ് പ്ലെയേഴ്സ് അല്ലേ, എ ടീം ഓഫ് പ്ലെയേഴ്സ് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അടുത്തത് പറഞ്ഞ എ ബാച്ച് ഓഫ് സ്റ്റുഡൻസ് അല്ലേ, സ്റ്റുഡൻസിന്റെ ഒരു ബാച്ച് എന്ന് നമ്മൾ പറയാം അല്ലേ, ഒരാളെ സ്പെസിഫിക് ആയിട്ടല്ല, എന്താ എ ബാച്ച് ഓഫ് സ്റ്റുഡൻസ്, അതും ഒരു എന്താ ഒരു കളക്റ്റീവ് നൗൺ ആണ്. എ ബഞ്ച് ഓഫ് കീസ്, എ ബഞ്ച് ഓഫ് ബനാനാസ്, എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്, ഇതൊക്കെ എന്താ കളക്റ്റീവ് നൗൺസ് ആണ്. ഇതൊക്കെ എന്താണ് കളക്റ്റീവ് നൗൺസ് ആണ് കേട്ടോ. ഒരു കൂട്ടം, ഒരു ഗ്രൂപ്പ് ആണ് എന്താ കളക്റ്റീവ് നൗൺസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും ഈ കളക്റ്റീവ് നൗൺസിന്റെ ഒരുപാട് എക്സാമ്പിൾസ് പഠിച്ചു വെക്കണം. അത് മിക്ക എക്സാംസിനും നമുക്ക് ചോദിക്കുന്നതാണ്. ഈ കളക്റ്റീവ് ഇടയ്ക്ക് ഈ ഒരു എന്താ പറഞ്ഞ ആ ഒരു ഗ്രൂപ്പിനെ നമ്മൾ എന്താണ് പറയുന്നത്, അവിടെ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആയിരിക്കും. അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും, എക്സാമ്പിൾസ് ഒരുപാട് തരുന്നതായിരിക്കും. തൽക്കാലം ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കാം. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഡൗട്ട്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. എല്ലാം നിങ്ങൾ കമന്റ് ഇടുക, അതിന് ആൻസർ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് കോൺക്രീറ്റ് നൗൺസ്, അബ്സ്ട്രാക്ട് നൗൺസ്, കളക്റ്റീവ് നൗൺസ്. കോൺക്രീറ്റ് നൗൺസ്, അബ്സ്ട്രാക്ട് നൗൺസ്, കളക്റ്റീവ് നൗൺസ് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേ. അപ്പൊ കോൺക്രീറ്റ് നൗൺസ് എന്ന് പറഞ്ഞാൽ എന്താ, അത് ഫിസിക്കൽ ആണ്, നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ അബ്സ്ട്രാക്ട് എന്താണ്, നേരെ ഓപ്പോസിറ്റ്, എന്താണ് കാണാൻ പറ്റാത്തത്. കളക്റ്റീവ് എന്താണ്, ഗ്രൂപ്പ് ഓഫ് നൗൺസ് അല്ലേ, ഗ്രൂപ്പ് ഓഫ് കളക്റ്റീവിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് എന്താണെന്ന് അറിയാമല്ലോ. നമ്മൾ ഇന്ന് നൗൺസിനെ കുറിച്ച് പഠിച്ചു, അത് ഏതൊക്കെ തരമാണെന്ന് പഠിച്ചു. അതിന് മുന്നേ നമ്മൾ പഠിച്ച എന്താണ്, പാർട്സ് ഓഫ് സ്പീച്ച് എന്താണ്, അത് എത്ര എണ്ണം ഉണ്ട്, അതിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പഠിച്ചാണ് നൗൺസ്, അത് എത്ര തരം ഉണ്ട്, അത് ഏതൊക്കെയാണെന്നൊക്കെ പഠിച്ചു അല്ലേ. അപ്പൊ ഇതെല്ലാം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ഇതെല്ലാം നോട്ട്സ് ആയിട്ട് ഇപ്പൊ കേൾക്കുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക, അങ്ങനെ വേണ്ട. ആദ്യം ഇതെല്ലാം തന്നെ പഠിക്കുക. തന്നെ പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യണം, ഒരു നോട്ടായിട്ട് എവിടെയെങ്കിലും കുറിച്ച് വെക്കുക. അത് തന്നെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത്രയും പിന്നെ അതിന്റെ വീണ്ടും ഇതിന് പുറകെ നടക്കേണ്ട ആവശ്യം വരില്ല. ജസ്റ്റ് ഒരു റിവിഷൻ മാത്രം എക്സാമിന് മുമ്പ് നടത്തിയാൽ മതി. മോർ ക്വസ്റ്റ്യൻസ് ചെയ്യുക, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനു വേണ്ടി ചെയ്ത് നോക്കാട്ടെ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇംഗ്ലീഷ് മാത്രമല്ല നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് കിട്ടുന്നത്, ഇനിയുള്ള എല്ലാ വിഷയങ്ങളും ഇങ്ങനെ ബേസിക്സ് തൊട്ടാണ് നിങ്ങൾക്ക് മറ്റ് അധ്യാപകർ ക്ലാസ് എടുക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, എങ്കിലേ പുതിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ കൃത്യമായിട്ട് പഠിച്ചു പോവുക, റിസൾട്ട് വേണം നമുക്ക് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു 2024 കഴിയുമ്പോഴത്തേനും നിങ്ങൾ എന്താണ്, ഒരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആയിരിക്കണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.